വടകര നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവുന്നു. ലിങ്ക് റോഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും തിങ്കളാഴ്ച മുതൽ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റും. നേരത്തെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലാക്കുകയാണ് ചെയ്യുന്നത്. വടകര നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരി പ്രതിനിധികൾ, ബസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ലിങ്ക് റോഡിലുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റാനും പഴയ സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റ് റോഡിലും അനധികൃതമായി നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റ് റോഡിലും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും കുരുക്കില്ലാത്ത ഒരു ദിവസം പോലുമില്ല. ലിങ്ക് റോഡിലെ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റണമെന്നത് കാലങ്ങളായുള്ള ആവശ്യവുമാണ്. ഇതിന്റെ ഭാഗമായി കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് പരിസരത്തെ റോഡ് തുറന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്ന് ബസ് അസോസിയേഷൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ പുതിയ സ്റ്റാൻഡ് ഭാഗത്തും ദേശീയപാതയിൽ പുതിയ റോഡ് തുറന്നിട്ടുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഒഴിവായി പകരം പുതിയ റോഡ് ഉപയോഗപ്പെടുത്താം. തിങ്കളാഴ്ച മുതൽ മുഴുവൻ ബസ്സുകളും മാർക്കറ്റ് റോഡ് വഴി പഴയ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തണമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു.